വയനാട് പുനരധിവാസ ഗുണഭോക്തൃ പട്ടികയിൽ 49 പേരെ കൂടി ഉൾപ്പെടുത്താൻ ക്യാബിനറ്റ് തീരുമാനം. 2025 ഡിസംബർ 31-നുള്ളിൽ ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി കെ രാജൻ. പുത്തുമല പൊതു ശ്മശാന ഭൂമിയിൽ സ്മാരകം നിർമ്മിക്കും. വ്യാപാരികൾക്ക് നഷ്ടപരിഹാര വിതരണം ചെയ്യാനും തീരുമാനം ഉണ്ട്. ബെൻസൺ ബാബു ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബെൻസൺ, 402 പേരുടെ പട്ടികയ്ക്ക് പുറമെ 49 പേരെ കൂടി ഉൾപ്പെടുത്താൻ ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് ഈ 49 പേരെ ഉൾപ്പെടുത്തുന്നതിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങൾ? മാത്രമല്ല മറ്റു പ്രഖ്യാപനങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, ഇന്ന് രാവിലെ ചേർന്ന ക്യാബിനറ്റിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം 402 പേരുടെ പട്ടികയായിരുന്നു അവസാന ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഗുണഭോക്തൃ പട്ടിക 402 പേരുടെ ആയിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിരവധി ആളുകൾ പിന്നീട് പരാതികൾ നൽകുകയും അപ്പീൽ നൽകുകയും വീണ്ടും അപേക്ഷ നൽകുകയും ചെയ്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ 49 പേരുടെ പേരുകൾ കൂടിയാണ് ഈ ഗുണഭോക്തൃ പട്ടികയിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അവർക്കും അപ്പോൾ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കും ഗുണങ്ങൾ ലഭിക്കും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 2025 ഡിസംബർ 31-നുള്ളിൽ തന്നെ ഈ ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പുത്തുമല ശ്മശാന ഭൂമിയിൽ അവിടെ സ്മാരകം നിർമ്മിക്കും. അതൊരു പഠന കേന്ദ്രമാക്കും, അല്ലെങ്കിൽ ഒരു ഗവേഷണ കേന്ദ്രം പോലെ ഒരു സ്മാരകം നിർമ്മിക്കാനുള്ള തീരുമാനവും ക്യാബിനറ്റ് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ നടപടികൾ വരുന്ന ഓണക്കാലത്തിനുള്ളിൽ തന്നെ അതിന്റെ നിർമ്മാണ നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്ന വലിയ പരാതിയായിരുന്നു ഈ പുത്തുമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വ്യാപാരികൾ. അവർക്ക് വലിയ നാശനഷ്ടം ഇക്കാലയളവിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഏറെ കാലമായി ഈ വ്യാപാര കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാനോ നാശനഷ്ടങ്ങൾ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവ കണക്കെടുത്ത് എത്ര അളവിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇവയെല്ലാം കൃത്യമായ കണക്കെടുത്തതിന് ശേഷം വ്യാപാരികൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഉടൻ തന്നെ വിതരണം ചെയ്യാനും ക്യാബിനറ്റിൽ തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറാട്ടുകുന്ന് ഉന്നതി, അതോടൊപ്പം തന്നെ ദുരന്തബാധിത മേഖലയിലെ ഉന്നതികൾ, ഈ മേഖലയിലൊക്കെയുള്ള ഉന്നതികളിൽ താമസിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. അതായത് അവർക്ക് ടൗൺഷിപ്പിലല്ല, അവരുടെ ആവശ്യം തന്നെയാണ് അത്തരത്തിൽ ടൗൺഷിപ്പിലല്ല അവർക്ക് വീട് വേണ്ടത്, അവർക്ക് ആ മേഖലയിൽ തന്നെ വീട് വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആ മേഖലയിൽ അത്തരത്തിൽ വാസയോഗ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി അവരെ അവിടേക്ക് ഈ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന അതേ വീടുകൾക്ക് സമാനമായ വീടുകൾ നിർമ്മിച്ച് അവരെയും പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ ചേർന്ന ക്യാബിനറ്റിലാണ് ഇക്കാര്യങ്ങളിലെല്ലാം തീരുമാനമായിട്ടുള്ളത്. അത് അദ്ദേഹം അനൗൺസ് ചെയ്തത് ഇത്തരത്തിൽ മേപ്പാടിയിൽ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു അനുസ്മരണ യോഗത്തിലാണ് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ഇക്കാര്യങ്ങൾ വിശദമാക്കുകയും അല്ലെങ്കിൽ വിശദീകരിക്കുകയും ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. സംഗീത, ശരി, എന്താണെങ്കിലും വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന വാർത്തയാണ് വരുന്നത്. ക്യാബിനറ്റ് തീരുമാനമടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി കെ രാജൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വാക്കുകൾ കേട്ടുവരാം. 48 കേസുകൾ കുറച്ചുകൂടി ഇതിലേക്ക് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശുപാർശ സർക്കാരിന് നൽകിയിരുന്നു. ഒരു കേസ് പ്രത്യേകമായിട്ടൊന്നും നൽകിയിരുന്നു. ആ DDMA ശുപാർശ ചെയ്ത 48 ഗുണഭോക്താക്കളെയും പിന്നീട് അതിന്റെ കൂട്ടത്തിൽ ഹിയറിംഗിൽ വന്ന ഒരാളെയും ഉൾപ്പെടെ 49 പേരെ കൂടി ഗുണഭോക്തൃ ലിസ്റ്റിലേക്ക്, പുതിയ പുനരധിവാസ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനും ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു.